നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് അരവിന്ദ് രാവിലെ വളരെ ഉന്മേഷവാനായിട്ടിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് ഞാൻ ലാലേട്ടന്റെ വിസ്മയം സിനിമ കാണാൻ പോയി. എത്ര നല്ലൊരു സിനിമ അറിയോ. അപ്പൊ ആ സിനിമയൊക്കെ കണ്ട് സിറ്റിയിൽ രാത്രി കട്ടൻ ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു സുലൈമാനി പിടിച്ചു. അപ്പൊ ഈ സുലൈമാനി എന്ന് പറയാ, ഓരോ സുലൈമാനിക്ക് ഓരോ കഥ ഉണ്ടാവുന്ന പറയത്തില്ലേ, അതുപോലെ എന്തൊക്കെയോ ഒരു ഫീല് വന്നു ആ സുലൈമാനിയെ പിടിച്ചപ്പോ. പ്രണയമാണോ? പ്രണയം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, കൂട്ടുകാരോട്ടുള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. സുലൈമാനി എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന മൂവിയെ പറ്റിയാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായി തകർത്തഭിനയിച്ച. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതും ദുൽഖർ സൽമാനെ കുറിച്ചാണ്. ദുൽഖർ സൽമാൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് 4 വർഷം തികയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നൽകിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. ചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഋതു ചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഹൃദയാംബുജത്തിന്റെ പവിഴം കൊണ്ടോ ഉദയാംബരത്തിന്റെ കനകം കൊണ്ടോ ഋതു ചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ശ്രാവണ സുന്ദരി നിൻ കൺകണമല്ലയോ കാതര പുഷ്പങ്ങളായി നിന്നേ. ശ്രാവണ സുന്ദരി നിൻ കൺകണമല്ലയോ കാതര പുഷ്പങ്ങളായി മിന്നേ. ദേവതേ നിൻ കുങ്കുമം ചാലിച്ചതല്ലയോ മാധവമാസത്തിൻ സൂര്യോദയം. കാട്ടുപൂവിൻ നെഞ്ചിലും ഉണരുമീ ഗാനം നാട്ടുമാവിൻ കൊമ്പിലല്ലേ ഊയലിട്ടാടും. ഋതു ചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. മാനസമോഹിനി നിൻ കൺകണമല്ലയോ താപസമോഹത്തെ തൊട്ടുണർത്തി. മാനസമോഹിനി നിൻ സൗരഭമല്ലയോ താപസമോഹത്തെ തൊട്ടുണർത്തി. ദേവതേ നിൻ പുഞ്ചിരി നേദിച്ചതല്ലയോ ആവണിപ്പൂവിലെ പഞ്ചാമൃതം. വീണപ്പൂവിൻ നെഞ്ചിലും വിരിയുമീ ഗാനം നാട്ടുമാവിൻ കൊമ്പിലല്ലേ ഊയലിത്താളം. ഋതു ചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ഹൃദയാംബുജത്തിന്റെ
കൊണ്ടോ ഋതുചക്രവർത്തിനി നിൻമണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. ചരിത്ര സത്യങ്ങളെ വിരൽ ചൂണ്ടുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. കാണാം ചരിത്രത്തിൽ ഇന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അമ്മമാര് നമ്മൾ കുളിച്ചു കഴിഞ്ഞ് തലയിൽ രാശനാദി പൊടി പൊട്ടിത്തരും ഇല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മളൊക്കെ എന്താ പറയാ, വേണ്ട അമ്മ, എന്തോ തലയിൽ ഒരു ഈ എന്തോ പോലെ തോന്നും, നമുക്ക് തന്നെ ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ അതിനൊക്കെ ഒരുപാട് ശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ രാശനാദി പൊടി നമ്മുടെ തലയിൽ തേക്കുന്നത് നമ്മൾ കുളിച്ചു കഴിഞ്ഞ് തലയിൽ ഈർപ്പം തട്ടി നിൽക്കുമ്പോൾ നീര് ഇറങ്ങാതിരിക്കാനാണ് രാശനാദി പൊടി തേക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ഈ അമ്മമാരുടെ ടിപ്സിൽ അല്ലെ. അതായത് ഇത്തരത്തിലുള്ള ഹോംലി ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി കാലം തൊട്ട് തന്നെ നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ ആ ഒരു ജനറേഷൻ തൊട്ട് കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിന്റെ പുറകെ നടക്കുകയും അവരുടെ തന്നെ അനുകരിച്ച് നടക്കുന്നത് കാരണം അവരധികം ശ്രദ്ധിക്കാറില്ല. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അവർ അധികം മാനിക്കാറില്ല. എല്ലാവരും അല്ല, ചുരുക്കം ചിലര്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോംലി ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലഘട്ടം മാത്രമല്ല ആരോഗ്യം. അപ്പോൾ അത്തരത്തിൽ ഒരു ആരോഗ്യ സംബന്ധമായ ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. ഡോക്ടർ മാർത്താണ്ഡപിള്ള സർ അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നടുവേദന അനുഭവപ്പെടാത്ത വ്യക്തികളാരും തന്നെ കാണൂലല്ലോ. ഏകദേശം 80% ആളുകൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടുവേദന അനുഭവിച്ച് കാണും. ഈ നടുവേദന കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് പോകാതിരിക്കാനുള്ള ഒരു കാരണം, ഏത് കാരണം എടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകാതിരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നടുവേദന തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത്. നടുവേദനയുടെ കാരണങ്ങൾ പറയുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള പേശികളുടെ വലിവ് തൊട്ട് മാരകമായിട്ടുള്ള രോഗങ്ങൾ വരെ ആകാൻ സാധ്യതയുണ്ട്. ഏറ്റവും സാധാരണയുള്ള കാരണം നമ്മൾ വശക്കേടായിട്ട് ഒരു ഭാരം പൊക്കിയെടുക്കുകയോ പെട്ടെന്ന് തിരിയുകയോ കുനിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പേശികൾ പിടുത്തം കൊണ്ടുണ്ടാകുന്ന നടുവേദനയാണ്. പക്ഷേ ഈ വേദന സാധാരണ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ നടുവുമായിട്ട് ബന്ധപ്പെട്ട പല അവയവങ്ങളെ രോഗങ്ങളും നടുവേദനയ്ക്ക് കാരണമാകാം. നമ്മൾ സാധാരണ നടുവേദനയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഡിസ്ക് തെറ്റിപ്പോകുന്ന എന്നുള്ളതാണ്. കാരണം നട്ടെല്ലുകൾക്കിടയ്ക്ക് നമ്മുടെ ചലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുഷൻ പോലെയുള്ള ഒന്നാണ് ഈ ഡിസ്ക്. ഡിസ്കിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഏകദേശം 70-80% വരെയാണ്. കൊച്ചുകുട്ടികളിൽ 80% വരെയാണ്. പ്രായം കൂടുന്തോറും അതിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്. ഏകദേശം 60%-50% അങ്ങ് കുറയുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ അതിനുള്ള അയവിൻ്റെ സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. ഒരു 90% അല്ലെങ്കിൽ 80% വെള്ളത്തിൻ്റെ അളവുള്ളപ്പോൾ നമ്മൾ ഒരു കുഷനിൽ ചാടി പൊങ്ങുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റാണ്. താഴുകയാണെങ്കിലും പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് അത് എത്തുന്നു ഡിസ്ക്. നേരെ മറിച്ച് വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ അത് ചകരി പോലെ ആയി മാറുന്നു എന്നുള്ളതാണ്. ചകരിയുടെ പുറത്ത് ചാടിയാൽ എന്ത് പറ്റും? ചകരി അങ്ങോട്ട് നീങ്ങി മാറുന്നതല്ലാതെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഡിസ്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അത് നീങ്ങി മാറുമ്പോൾ അത് ഞരമ്പുകളെയോ അല്ലെ സുഷ്മനാഡിയിലോ സമ്മർദ്ദം ചെലുത്തി അതുകൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളാണ്. അത് ഒരു പരിധിവരെ നമുക്ക് മരുന്നിലൊക്കെ നിർത്താൻ സാധിക്കും. ഇത് കൂടാതെ മറ്റുള്ള കാരണങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നട്ടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന മുഴകൾ, അത് സാധാരണ മുഴയാകാം, ക്യാൻസറിൻ്റെ ആകാം. നട്ടലിനെ ബാധിക്കുന്ന അണുബാധകൾ, TB പോലുള്ള അണുബാധ കൊണ്ടുണ്ടാകാം. മറ്റുള്ള അണുബാധ കൊണ്ടും നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ
വയറ്റിലെ പല അവയവങ്ങളുടെ രോഗങ്ങളും നടുവേദനയ്ക്ക് കാരണമാകാം. പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള കല്ല് അതല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ അത് നടുവേദനയ്ക്കൊരു കാരണമാകാം. പിന്നെ കുടലിനെ സംബന്ധിച്ചുള്ള രോഗങ്ങൾ പോലും നടുവേദനയ്ക്ക് കാണാം. സ്ത്രീകളാണെങ്കിൽ ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏത് രോഗവും നടുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അടിവയറ്റിലെ പഴുപ്പ് അതും നടുവേദനയ്ക്കൊരു സാധാരണ ഒരു കാരണമാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട രക്തധമനി അതിലെ അടപ്പ് വരികയാണെങ്കിൽ അത് തന്നെ നടുവേദനയ്ക്ക് കാരണമാകാം. അപ്പോൾ ഒരാൾ നടക്കുകയോ കുനിയുകയോ പണി ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ പ്രധാനപ്പെട്ട രക്തധമനിയിൽ നിന്നും നട്ടലിലേക്ക് വരുന്ന രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് തന്നെ നടുവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ആലോചിക്കാവുന്ന എല്ലാ കാരണങ്ങളും നടുവേദന ഉണ്ടാക്കാം. വൃക്കയിലെ കല്ലുകൾ പ്രത്യേകിച്ചും അത് കടുത്ത നടുവേദനയ്ക്ക് കാരണമാകാം. പക്ഷേ ഈ നടുവേദനയുടെ കൂടെ ഉണ്ടാകുന്ന ബാക്കി രോഗലക്ഷണങ്ങളാണ് ഈ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് വൃക്കയിലെ കല്ലാണെങ്കിൽ നടുവേദനയുടെ കൂടെ തന്നെ നമ്മുടെ യൂറിറ്റർ മൂത്രം കൊണ്ടുപോകുന്ന ആ പാസേജ് അതുവഴിയുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടാം. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന തോന്നാം. ഡിസ്ക് കൊണ്ടാണെങ്കിൽ അത് നടുവേദനയിൽ തുടങ്ങി അത് കാലിൻ്റെ പുറവശം വഴി താഴോട്ട് ആ വേദന മാറാൻ സാധ്യതയുണ്ട്. രക്തക്കുഴലിൻ്റെ അടപ്പാണെങ്കിൽ നടുവേദന കൂടെ തന്നെ നമ്മൾ കുറേ ദൂരം നടക്കുമ്പോൾ കാലിന് വല്ലാത്ത വേദന വരും. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വേദന മാറാം. അപ്പം ഇങ്ങനെ തൊട്ടുള്ള മറ്റുള്ള രോഗലക്ഷണങ്ങളും രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന നടുവേദനയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിലുള്ള വേദന സമ്മാരി കഴിക്കുക, കുറച്ച് വിശ്രമം എടുക്കുക, അതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. അരവിന്ദേ, ഇന്ന് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ ദുൽഖർ സൽമാനെ പറ്റിയായിരുന്നല്ലേ? ദുൽഖർ സൽമാനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആക്ടറാണ്, ഒരു ബിസിനസ് മാൻ ആണ്. എങ്കിൽ തന്നെയും അദ്ദേഹം സമൂഹത്തിൽ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ തന്നെ ഒരു സേഫ് ഡ്രൈവിംഗ് ക്യാമ്പയിനിൽ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല ക്യാമ്പയിനും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ തന്നെ ഒത്തിരി ആതുര സേവനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു സമൂഹ സ്നേഹി കൂടിയാണ് ദുൽഖർ സൽമാൻ. തീർച്ചയായും. അത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയുമ്പോൾ താരജാടകൾ ഇല്ലാത്ത ഒരു യുവനടൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ കാണുന്ന ഓരോ ആരാധകരെയും സ്വന്തം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുന്ന ഒരു മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെത്, ഇല്ലേ? അതെ. അത് മാത്രമല്ല, ഒരു മമ്മൂട്ടി എന്നൊരു മെഗാസ്റ്റാർ എന്ന അദ്ദേഹത്തിന്റെ മകനാണെന്നുള്ള ഒരു യാതൊരു മുഖത്ത് ഒരു ഭാവവും അദ്ദേഹത്തിനില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹം സിനിമാ രംഗത്തേക്ക് തന്നെ കടന്നു വരുന്നത് ശ്രീനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴിയാണ്. തന്റെ അച്ഛൻ ഒരു മെഗാ സ്റ്റാർ എന്നതിന്റെ ഒരു അഹങ്കാരം തന്നെ ഇല്ലാതെ തന്റേതായ വ്യക്തിത്വം, തന്റേതായ കഴിവ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഇന്നും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല സംഭവങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന നല്ലൊരു സെഗ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് കാണാം വഴിത്തിരിവ്. ജെയിംസ് ഒരു കൊച്ചുകുട്ടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഒരു പക്ഷേ +1-ലോ +2-ലോ ഒക്കെ പഠിക്കുന്ന പ്രായമുണ്ടാവും. ജെയിംസിന്റെ ഏറ്റവും വലിയ പ്രശ്നം കടുത്ത ദേഷ്യമാണ്. ഏത് ചെറിയ ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാലും വല്ലാത്ത ദേഷ്യം വരും ജെയിംസിന്. ദേഷ്യം വരുമെന്ന് മാത്രമല്ല, അത് ഏറ്റവും രൂക്ഷമായ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. അച്ഛനോടാകട്ടെ, അമ്മയോടാകട്ടെ, സുഹൃത്തുക്കളോടാകട്ടെ, സ്കൂളിൽ ടീച്ചർമാരോടാകട്ടെ, പുറത്ത് നാട്ടുകാരോടാകട്ടെ, എവിടെയാണോ ജെയിംസിന് ദേഷ്യം വരുന്നത് മുഖത്ത് നോക്കി ശക്തമായ രീതിയിൽ, രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ശീലമാണ് ജെയിംസിനുള്ളത്. അത് വല്ലാത്തൊരു ടർബുലൻസ് തന്നെ ആ കുടുംബത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുടുംബത്തിനുള്ളിൽ ജെയിംസ് എപ്പോഴും ഒരു വഴക്കാളിയായി മാറുന്നു. എന്തു പറയുന്നു എന്നറിയില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല, എന്ത് തരത്തിലൊക്കെയാണ് അയാൾ സംസാരിക്കുക എന്നറിയില്ല. ഒരുപാട് പരാതികൾ സ്കൂളിൽ നിന്ന് വരുന്നു, നാട്ടുകാരിൽ നിന്ന് വരുന്നു. ഇങ്ങനെ ഒരു വഴക്കാളി കുട്ടിയായിട്ട് ജെയിംസ് വളർന്നു വരികയായിരുന്നു. ജെയിംസിന്റെ അച്ഛൻ ഒരു ദിവസം ജെയിംസിനെ ശാസിച്ച് എന്നാൽ സ്നേഹത്തോടുകൂടെ പറഞ്ഞു, നീ ഈ ദേഷ്യം കുറയ്ക്കേണ്ട സമയമായിരിക്കും. ഇത് കുറച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേഷ്യം നീ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ജെയിംസ് പറഞ്ഞു, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കുറയ്ക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ദേഷ്യം എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
മനസ്സിനുള്ളിൽ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ എന്തിന് നമ്മളിങ്ങനെ അടച്ചു വെക്കണം, സപ്രസ് ചെയ്ത് വെക്കണം? അതൊരാളോട് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ജെയിംസിനോട് പറഞ്ഞു, ശരി, നീ പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കുക. ഒപ്പം ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ഒരു പിടി ആണി അച്ഛൻ ജെയിംസിന്റെ കയ്യിലേക്ക് കൊടുത്തു, ഒരു ചുറ്റികയും ഒരു പലകയും അവിടെ ചാരി വെച്ചു. ഓരോ തവണ നിനക്ക് ദേഷ്യം വന്നു കഴിയുമ്പോഴും ഇതിൽ നിന്നും ഒരാണി എടുത്ത് ഈ പലകയിലേക്ക് അടിച്ച് കയറ്റി വയ്ക്കുക. അങ്ങനെ ഏതാണ്ട് ചില മാസങ്ങൾ മുന്നോട്ട് പോയി. ഓരോ തവണ ജെയിംസിന് ദേഷ്യം വരുന്ന സമയത്തും ജെയിംസ് ദേഷ്യം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം ഒരു ആണിയെടുത്ത് ആ പലകയിൽ അടിച്ച് കയറ്റുകയും ചെയ്യും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ജെയിംസിന്റെ ശ്രമഫലമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടും ജെയിംസ് അടിച്ചു കയറ്റുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. അല്ലെങ്കിൽ ജെയിംസിന് ദേഷ്യം വരുന്നതിന്റെ ഫ്രീക്വൻസിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. അടുത്ത് ജെയിംസിനോട് അച്ഛൻ പറഞ്ഞു, ഓരോ തവണ സന്തോഷം വരുന്ന സാഹചര്യത്തിലും നീ ഇനി ഇതിൽ നിന്നും ഓരോ ആണിയായി പറിച്ചെടുക്കുക, ഊരി മാറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ ജെയിംസിന് സന്തോഷം വരുന്ന ഓരോ സാഹചര്യത്തിലും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒപ്പം ഈ പലകയുടെ അടുത്തേക്ക് വന്ന് ഓരോ ആണിയായി ഊരി മാറ്റുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ ആ പലകയിലെ ആണികൾ മുഴുവനും ജെയിംസ് ഊരി മാറ്റി. അച്ഛൻ ജെയിംസിനെ പലകയ്ക്കടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇത് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? ജെയിംസിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ റീഡ് ചെയ്തെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പൊ അച്ഛൻ ജെയിംസിനോട് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളും അടങ്ങുന്ന ഓരോ ആൾക്കാരും വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാഠം. ജെയിംസിനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം വരുന്ന ഓരോ മൊമെന്റിലും നീ ഒരു ആണി എടുക്കുകയും അതിവിടെ അടിച്ച് കയറ്റുകയും ചെയ്തു. പിന്നീട് സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ ആ ഓരോ ആണിയും നീ അവിടുന്ന് പറിച്ചു കളഞ്ഞു. അപ്പോഴും ഈ പലകയിലേക്ക് നോക്കിയാൽ ആ ആണി ഉണ്ടാക്കിയ ഹോളുകൾ, ആ ആണി ഉണ്ടാക്കിയ ക്ഷതം, ആ ആണി പലകയ്ക്കുണ്ടാക്കിയ മുറിപ്പാട് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ആണി മാത്രമേ നിനക്ക് പറിച്ചെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ, അതുണ്ടാക്കിയ മുറിപ്പാട് അവിടെ കിടക്കുകയാണ്. ഇതുപോലെയാണ് നിന്റെ ദേഷ്യവും. നീ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം. ആ ദേഷ്യപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ വളരെ ഇണങ്ങുന്ന രീതിയിൽ, സൗഹാർദ്ദപരമായ രീതിയിൽ, സ്നേഹത്തോടുകൂടെ ഒക്കെ നീ പെരുമാറുന്നുണ്ടായിരിക്കാം. അപ്പോഴും നീ ഉണ്ടാക്കിയ മിക്ക മുറിപ്പാടുകളും അവിടെ ഉണങ്ങാതെ തന്നെ കിടക്കും, കരിയാതെ തന്നെ കിടക്കും. അത് ലോങ് ടേമിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ജീവിതത്തിനും ഒക്കെ വലിയ ഹാനിയായിരിക്കും വരുത്തുക, വളരെ നെഗറ്റീവായിരിക്കും ഉണ്ടാക്കുക. ഈ ലോകത്ത് കുറച്ചു കാലമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. ആ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ മുറിപ്പാട് മറ്റുള്ളവരുടെ മനസ്സിൽ സൃഷ്ടിക്കാതെ ജീവിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ മുറിപ്പാട് സൃഷ്ടിക്കുവാൻ കാരണമാകുന്ന ദേഷ്യത്തിനെ ഏതു വിധേനയും കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, വളരെ മനഃപൂർവ്വമായ ശ്രമം. നാച്ചുറലി നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുമായിരിക്കാം, പക്ഷേ മനഃപൂർവ്വമായ ഒരു കോൺഷ്യസ് എഫേർട്ട് ആ ദേഷ്യം കുറച്ചു കൊണ്ടുവരുന്നതിന് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയും മുറിപ്പാടുകൾ ആരുടെ മനസ്സിലും സൃഷ്ടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദുൽഖർ സൽമാനെ കുറിച്ചാണ്. അപ്പോൾ ദുൽഖർ സൽമാൻ എന്നൊരു നടൻ എന്ന് പറയുന്നത് എന്താ പറയുക, ചുരുങ്ങിയ ഒരു 4 വർഷം, വെറും 4 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു റേഞ്ചിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കരിസ്മാറ്റിക് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കിടയിലും ദുൽഖറിനെ അങ്ങ് അടുപ്പിച്ചതെന്ന് പറയാം അല്ലേ? തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളും അതിനനുസരിച്ച് വ്യത്യസ്തമാണ്. അതായത് ഇപ്പോൾ സെക്കൻഡ് ഷോ ആയാലും ശരി, ഉസ്താദ് ഹോട്ടലായാലും ശരി, അല്ലെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ വിക്രമാദിത്യനായാലും ശരി, ഇപ്പോൾ ഈയിടെ ഇറങ്ങിയ ചാർലി ആയാലും ശരി, കമ്മട്ടിപ്പാടമായാലും ശരി, ഓരോ സിനിമയിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇല്ലേ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ ഓരോ മൂവിയും അദ്ദേഹത്തിന്റെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോലെ വ്യത്യസ്തമാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളിലെ പാട്ട് എല്ലാവർക്കും എന്താ പറയുക, ഒരു യുവാക്കൾക്ക് ഹരം കൊള്ളിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു സിംഗറും കൂടിയാണ്. തീർച്ചയായും. അദ്ദേഹം എന്താ പറയാ, ABCD അല്ലെങ്കിൽ വേറെ ഒരുപാട് സിനിമകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. തന്നെ സോങ് വളരെ ഹിറ്റ് ആയിരുന്നു. അതെ, സുന്ദരി പെണ്ണെ പറയേണ്ട, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പാട്ട് തന്നെയാണ് ആ പാട്ട്. അപ്പോൾ ഈയിടെ ഇറങ്ങിയ വിക്രമാദിത്യൻ എന്നൊരു സിനിമയുണ്ട് അദ്ദേഹത്തിന്റെ, ലാൽ ജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിൽ ഒരു നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട്, മഴനില കുളിരുമായി എന്നൊരു പാട്ടുണ്ട്. എത്ര മനോഹരമായ ഒരു പാട്ടാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു പ്രഭാതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ഉന്മേഷം നൽകാനായിട്ട് ഹൃദയയുടെ ശബ്ദത്തിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കാൻ സാധിക്കുമോ? തീർച്ചയായും. മഴനില കുളിരുമായി വേനൽ തൂവൽ വിഷു, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റി വഴി വരാതെ കാറ്റിൻ കുളിരണിയും ഏതോ സുഖ
ഹൃദയ അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക്സ്. ഇപ്പോൾ ദുൽഖറിന്റെ സിനിമകളിലെ പാട്ടായാലും ശരി, അദ്ദേഹം ചെയ്യുന്ന സിനിമകളായാലും ശരി, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായാലും ശരി, ഇപ്പോൾ ചാർലിയായാലും ശരി, കമ്മട്ടി പാടമായാലും ശരി, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അമൽനീരത്തിന്റെ ചിത്രമായ പേരിടാത്തൊരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയ്ക്കും എല്ലാം നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന് ആശംസിക്കാം. വീണ്ടും നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അരവിന്ദ്, ഈ അടുത്ത കാലത്താണ് നമ്മുടെ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. തീർച്ചയായും. അപ്പോൾ എടുത്തു പറയുന്നത് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആഘോഷിച്ചൊരു ബർത്ത്ഡേ കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പൊ നമ്മൾ മലയാളികൾ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ എത്രത്തോളം വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. മലയാളത്തിന്റെ തന്നെ യൂത്ത് ഐക്കൺ ആയിട്ടാണ് ഇപ്പോൾ നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ ആ താരനിരയിലേക്ക് അദ്ദേഹം നിൽക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ കിട്ടട്ടെ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിടവാങ്ങുന്നു. നാളെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി, നമസ്കാരം.